ഞാൻ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണുസുതി ഉണ്ടെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ അറിഞ്ഞിരുന്നു, കുറേ ഓൺലൈൻ വീഡിയോസിൽ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ആ തള്ള അവിടെ വരുവാണെങ്കിൽ അവരെ ശരിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ദുരുപയോഗം ചെയ്തായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ. ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർ ശരിക്കും വിവരമില്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരിക്കലും അയാൾ അങ്ങനെ പറയാൻ പാടില്ല. അത് ഭയങ്കര മോശമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതൊന്നുമല്ല. ഇപ്പം ഞാൻ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് രേണുസുതി ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞിരുന്നു, കുറേ ഓൺലൈൻ വീഡിയോസിൽ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞിരുന്നത് ആ തള്ള അവിടെ വരുവാണെങ്കിൽ അവരെ ശരിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം വീഡിയോസ് കണ്ട് എനിക്ക് അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല പുള്ളിക്കാരിനെ. അവിടെ ചെന്ന് ആദ്യം സംസാരിക്കുമ്പോൾ തൊട്ട് ഇപ്പോൾ വരെ രേണുസുതിൻ്റെ ഫേവറേറ്റ് ആണ്. ചേച്ചി എന്നെ ബിൻസി കൊച്ചേന്ന് വിളിച്ചൊരു മെസ്സേജ് അയക്കും, ചക്കരേ മുത്ത് അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നത്. ശരിക്കും നമ്മുടെ സ്വന്തം ചേച്ചീനെ പോലെ തന്നെ പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യം അറിയാണ്ട് ആരെയും ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? സ്വന്തം ലൈഫ് നോക്കി ജീവിച്ചാൽ പോരെ. അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നതോട് എനിക്ക് വേറെ പുച്ഛമാണ്. ഇപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നതിൽ പല ആൾക്കാരും ചില കാര്യങ്ങൾ പറയുന്നത് സ്വന്തം മകൻ പോലും തിരിഞ്ഞു നോക്കുക, സ്വന്തം മകനല്ല നോക്കിയിരുന്ന മകൻ പോലും തിരിഞ്ഞു നോക്കാറില്ല. അതിനിടയിൽ ഈ ലാസ്റ്റായിട്ട് കിച്ചു ഒരു വീഡിയോ ഇട്ടിരുന്നത് എല്ലാവരും വാടകയ്പ്പിക്കാനായിട്ട് ഞാൻ പോകുന്നുണ്ട് എന്നിട്ട് കുറേ കാര്യങ്ങൾ. ഇത് ഇങ്ങനെയുള്ളത് ചെയ്യുന്നത് അവർക്ക് റീച്ചിന് വേണ്ടിയാണെന്ന് തോന്നുന്നത്. എനിക്കറിയില്ല ബ്രോ, കിച്ചുവിൻ്റെ ഇഷ്യൂനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കാൻ നിന്നില്ല. കാരണം ഞാൻ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ചേച്ചി അത്ര ക്രൂരയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചേച്ചി പാവമാണ്. സോ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ രേണു ചേച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി ഇപ്പോൾ ചേച്ചിയുടെ കറൻറ്റിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് അറിയാമോ? പേ സ്റ്റേജ് ആണ് ഒന്ന് പറയാമോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ രേണുസുതി ഏറ്റവും ആദ്യം പറഞ്ഞ 1-2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് രേണുസുതിനെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ FM-ലുണ്ട്, ഞാൻ കോട്ടയത്തുണ്ട്. ആ സമയത്താണ് രേണുസുതി വിളിച്ച് പറയുന്നത്. സോ എന്താ എല്ലാവരും പ്രാർത്ഥിക്കുക, പറ്റുന്ന എല്ലാവരും. എനിക്ക് തോന്നുന്നു ഞാൻ ചില ആൾക്കാരുടെ വീഡിയോസ് കാണാറുണ്ട്, ചുമ്മാ ഒരു രേണുസുതിയുടെ വീഡിയോ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിന്ന് റീച്ച് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനെ പോലും റീച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ആൾക്കാരില്ലേ, നാണമില്ലാണ്ട് രേണുസുതിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി അരി വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരില്ലേ, അവരൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇനി കുറ്റം പറയാണ്ടിരിക്കുക. പറ്റുമെങ്കിൽ നല്ലതെന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുക. നിങ്ങൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് ഭേദമാകട്ടെ. അതിലിപ്പോൾ വണ്ടി എടുത്ത് നേരിലൊക്കെ ആയി. അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കിയോ? ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയോ? വണ്ടി എടുത്തിട്ട് എയർലൈനിൻ്റെ അനിയത്തിയാണ്, ഞാനല്ല, മരിയാണ് അത് ഓടിച്ചിറക്കിയത്. അപ്പം ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകാൻ പോയി. പക്ഷേ ഓക്കെ, ഞാനെന്തായാലും ഹാപ്പിയാണ് കേട്ടോ. കാരണം 26-ാമത്തെ വയസ്സിൽ കാർ എടുത്തു, 27-ാമത്തെ വയസ്സിൽ ഈ ബൈക്ക് എടുത്തു. ഇനി അടുത്ത വർഷം എന്തെങ്കിലും എടുക്കാൻ പറ്റട്ടെ എന്നുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അത് കാരണം ഞാൻ ഏറി കയറുന്നത് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ അങ്ങനെ അതിനൊന്നും വീഴത്തില്ല. ഞാൻ അത് വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കി ഇപ്പോൾ ഒരു 10 കണ്ടന്റ് ഉണ്ട് എൻ്റെ പേജിൽ. അത് തന്നെ അതെല്ലാം റീച്ചും ആയിട്ടുണ്ട്. സോ